ദൈവമേ, അങ്ങയുടെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ വചനധ്യാനം മുമ്പോട്ട് പോയത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ചില ദിവസങ്ങൾ മുമ്പോട്ട് പോയത്. അതിൽ തന്നെ നാം നിൽക്കുകയാണ്. കാരണം നമുക്കെല്ലാം പലപ്പോഴും വഴിതെറ്റുന്നുണ്ട്. ജഡത്തിൻ്റെ വഴി, സ്വയത്തിൻ്റെ വഴി, ലാഭത്തിൻ്റെ വഴി, സ്വാർത്ഥതയുടെ വഴി, ദ്രവ്യാഗ്രഹത്തിൻ്റെ വഴി, ജഡമോഹത്തിൻ്റെ വഴി ഒക്കെ നമ്മൾ അറിയാതെ തിരഞ്ഞെടുക്കാറുണ്ട്. നടക്കേണ്ട വഴി വിട്ടിട്ട് നടക്കുന്ന വഴിയെ നാം പലപ്പോഴും പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് ഒത്തിരി ധ്യാനിക്കാനുണ്ട്. 32-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ വ്യക്തിപരമാണ് ഞാൻ നിന്നെ. എനിക്ക് 1000 വട്ടം പറഞ്ഞാലും കൊതി തീരാത്ത വാക്ക്. 800 കോടി മനുഷ്യരോട് പറയുകയാണ്, നിന്നെ ഓരോരുത്തരെയും ഓരോ വഴിയിൽ നടത്താനാണ് എൻ്റെ പ്ലാൻ. റിപ്പീറ്റേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വ്യത്യസ്തങ്ങളായ വഴിയിലൂടെ, വ്യത്യസ്തങ്ങളായ പാത വെട്ടിത്തുറന്ന് നിങ്ങളെ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെയാണ്? ഈ കമ്പ്യൂട്ടർ യുഗം വരുന്നതിന് മുമ്പത്തെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. കമ്പ്യൂട്ടർ യുഗം വന്നപ്പോൾ എന്താ സംഭവിക്കുന്നേ? എവിടെ പോണമെങ്കിലും ഡ്രൈവർമാര് കുട്ടികളാണ് ഓടിക്കുന്നത്. എൻ്റെ വാഹനം യൗവനക്കാര് ഒരു മൊബൈൽ എടുക്കുന്നു. ഈ ഒരു സിസ്റ്റം പരിശുദ്ധാത്മാവ് പണ്ടേ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ നെറ്റ് കണക്ഷൻ പലരും എടുത്തിട്ടില്ല. നിങ്ങളുടെ നെറ്റ് കണക്ഷൻ പരിശോധിക്കുക. ജിയോയുടേതായിരിക്കാം, എയർടെല്ലിൻ്റെ ആയിരിക്കാം. അത് പോരാ. എച്ച്എസിന്റെ കണക്ഷൻ എടുക്കണം. HS അതെന്തുവാ? ഹോളി സ്പിരിറ്റ്. HS കണക്ഷൻ. ഹോളി സ്പിരിറ്റിന്റെ കണക്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഈ കാലത്ത് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഞാൻ നിന്നെ. ഈ ഗൂഗിൾ മാപ്പ് വഴി പോകുന്ന അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച്, ഒരേ സമയത്ത് ഒരു 10,000 പേര് ഗൂഗിൾ ഓൺ ചെയ്യുകയാണ്. വിവിധങ്ങളായ ലൊക്കേഷൻ സെറ്റ് ചെയ്യുകയാണ്. എല്ലാവരോടും ഒരു വഴിയാണോ പറയുന്നത്? അല്ല. എല്ലാവരോടും വ്യത്യസ്തങ്ങളായ വഴികൾ പറഞ്ഞ് അവരെ തെറ്റാതെ നടത്താൻ ഏതാണ്ട് 90% ഗൂഗിളിന് കഴിയുന്നുണ്ട്. വല്ലപ്പോഴും ഒരു തെറ്റ് പറ്റുന്നുണ്ട്. അതെല്ലാം ഡിഫറെൻ്റ് അല്ലേ? ഇപ്പൊ ഒരേ സമയത്ത് ഗൂഗിൾ 1,00,000 പേർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നു. എല്ലാവർക്കും കൂടി ഒരു വഴിയല്ല പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാം ഡിഫറെൻ്റ് ആണ്. ഈ സിസ്റ്റം ഈ വാക്യത്തിലുണ്ടോ എന്ന് നോക്കിയേ. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. വ്യക്തിപരം കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച്. ഇതാണ് വിഷയം.
എന്താണ് ഗൂഗിളിന്റെ പിന്നിലത്തെ ശക്തി? അതൊരു ക്യാമറയല്ലേ? അത് ആകാശത്തു നിന്നല്ലേ? അത് സാറ്റലൈറ്റ് വഴി ആയിരിക്കില്ലേ? എന്തോ അത് വളരെ ഉയരത്തിൽ നിന്നെടുക്കുന്ന പിക്ചർ അല്ലേ? എങ്കിൽ ഇതാ ദൈവം പറയുന്നു, അതേ ക്യാമറ, അതിനേക്കാൾ സൂപ്പർ ക്യാമറ സ്വർഗത്തിൽ നിന്ന് വെച്ചിട്ട് ഞാൻ നിന്നെ ഗൈഡ് ചെയ്യാവുന്നു. അതിന്റെ റേഞ്ച് ഒരിക്കലും കട്ടാകും. നമുക്കിതിൽ യാത്ര ചെയ്യാം. നമുക്കിതിൽ തന്നെ യാത്ര ചെയ്യാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.